എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന 4 വലിയ ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ വലുതെന്ന് പറയാൻ കാരണം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ നീളം കിട്ടാൻ വേണ്ടിയിട്ടാണ് എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ കഴുകിയെടുക്കണം. കാരണം ഇത് കഴുകിയില്ലെങ്കിൽ നമുക്കിത് ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ഇതിനകത്ത് സ്റ്റാർച്ചിൻ്റെ അംശം ഉള്ളതുകൊണ്ട് നമ്മൾ ആ സ്റ്റാർച്ച് കംപ്ലീറ്റ് ആയിട്ട് നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നല്ല ചതുരാകൃതിയിൽ കട്ട് ചെയ്യുക, സ്ക്വയർ ഷേപ്പ്. ഓക്കെ, നല്ല ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇത് നല്ല സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. നമുക്കറിയാലോ ഫ്രഞ്ച് ഫ്രൈസിനകത്ത് ഒരു കട്ടി ഉണ്ടാകുന്നു. ആ ഒരു കട്ടിയിൽ വേണം ഇത് കട്ട് ചെയ്യാനായിട്ട്. അതിനുശേഷം ഈ ഒരു കനത്തിൽ വേണം നമ്മൾ ഇത് അരിയാൻ. ഓക്കെ, ഈ ഒരു കനം. ഓക്കെ, എല്ലാ കിഴങ്ങും നമ്മൾ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇതാണ് സംഭവം. ഇങ്ങനെയാണ് അരിയേണ്ടത്. ഇത് ഇനി ഇതിനകത്ത് സ്റ്റാർച്ച് നമ്മൾ നന്നായിട്ട് കഴുകിക്കളയണം, അല്ലെങ്കിൽ അത് ക്രിസ്പി ആയിട്ടിരിക്കില്ല. ഓക്കെ, നമുക്കത് കഴുകാം. നല്ലപോലെ കഴുകിയെടുക്കുക, ഇല്ലെങ്കിൽ ഇതിൻ്റെ ക്രിസ്പിനെസ് നമുക്ക് കിട്ടത്തില്ല. മിനിമം 3 വട്ടമെങ്കിലും നല്ലപോലെ വൃത്തിയാക്കി കഴുകിയെടുക്കുക, അല്ലെങ്കിൽ ഇതിനകത്ത് സ്റ്റാർച്ച് നമുക്ക് പൂർണ്ണമായിട്ട് പോയി കിട്ടില്ല. ഇത് പോയെങ്കിലേ നമുക്ക് ക്രിസ്പി ആവുള്ളൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയാൻ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ചെറുതായിട്ട്, വറുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കുറച്ച് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം എടുക്കുക. അതിനുശേഷം വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഇടാൻ പാടുള്ളൂ. ഓവറായിട്ട് വെന്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ല. നമ്മുടെ വെള്ളം ഏകദേശം ചൂടായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ചൂടായി ഇതിൻ്റെ കളറൊന്ന് മാറുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഗ്യാസ് എപ്പോഴും സിമ്മിലാണ് ഇടാവുള്ളൂ. ഏകദേശം ഒരു മഞ്ഞ കളർ, മാക്സിമം 5 അല്ലെങ്കിൽ 6 മിനിറ്റ് നിങ്ങൾ ചൂടാക്കിയാൽ മതി. ഏകദേശം ചെറിയൊരു കളർ മാറ്റം കാണുമ്പോൾ നിങ്ങൾക്കിത് എടുക്കാം. ഇനി നമുക്കിതെടുത്ത് ഇതിലെ ജലാംശം നമ്മൾ കളയണം ഇതിൻ്റെ അകത്തുനിന്ന്. അതിനുശേഷം അടുത്തായിട്ട് നമുക്കിതിലെ ജലാംശം കളയാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈ ചെയ്യാനുള്ള സാധനം കോരിയിടുക. നല്ലപോലെ ക്രിസ്പി ആണെങ്കിൽ ഇതിനകത്ത് ജലാംശം മൊത്തം കളഞ്ഞാലേ ഇത് നല്ലപോലെ ക്രിസ്പി ആവുള്ളൂ. ഇതിലെ വെള്ളത്തിൻ്റെ അംശം മൊത്തം പോയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം. നമ്മുടെ പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് എണ്ണ ഒഴിക്കാം. ഞങ്ങളിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ എണ്ണ ഇപ്പം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കിഴങ്ങിടാം.
ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഫുൾ ഫ്ലെയിമിൽ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാനായിട്ട്. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ, ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് പതിയെ എടുക്കാം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇതിൽ എണ്ണമയം പോകാനായിട്ട് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്കിത് കോരിയിടാം. ഇതിൻ്റെ എണ്ണമയം കളയാൻ നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാം. നമുക്കിതിൽ ഉപ്പ് മിക്സ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് വിതറുക. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ഫ്രഞ്ച് ഫ്രൈസ്. ഇത് നമുക്കിപ്പോൾ മനസ്സിലായാലും ഇത് എത്ര സിമ്പിളാണ്, നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. വെറുതെ കടയിൽ പോയി കത്തി വല്ലതും എടുത്ത് മേടിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ബെൽ ബട്ടൺ അമർത്തിയാൽ ഞങ്ങളുടെ പുതിയ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്.